നീൽ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അവളെയും കൊണ്ട് ചുറ്റിക്കറങ്ങി രസിക്കായിരുന്നില്ലേ? അല്ല. നുണ പറയണ്ട. എന്താ നടക്കുന്നതെന്ന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. അതൊന്നും സത്യമല്ല, വെറും അഭിനയം. അഭിനയിച്ചൊടുക്കം നീലൊരു അച്ഛനാവുമെന്ന് എനിക്ക് അറിയേണ്ടത്. ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. നിന്നെ മറന്നൊരു ജീവിതം എനിക്കില്ലെന്നറിയില്ലേ? ആ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നാണമില്ലല്ലോ യാതൊരു എളുപ്പമില്ലാതെ നിന്ന് നുണ പറയാൻ. എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നീലിങ്ങനെ പെരുമാറില്ലായിരുന്നു. നീ കരുതുന്നത് പോലെ ഒന്നുമില്ല. എനിക്കൊന്നും കേൾക്കണ്ട, ഒരു ന്യായീകരണവും അറിയണ്ട. ഒറ്റ കാര്യം മാത്രം പറഞ്ഞാ മതി. എല്ലാം നാടകമാണെന്ന് പറഞ്ഞല്ലോ. ഈ നാടകത്തിൽ എന്താ എന്റെ വേഷം? വിദൂഷകയുടേതാണോ അതോ ഒരു വിവരദോഷിയുടേതോ? എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു തെറ്റും ചെയ്യുന്നില്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നീ എന്നെ മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ അവസ്ഥയൊന്നും തിരിച്ചറിയണം. എന്തവസ്ഥയാ ഞാൻ തിരിച്ചറിയേണ്ടത്? ഒരു ഭർത്താവിന്റെയോ? ആരെന്ത് പറഞ്ഞാലും എങ്ങനെയൊക്കെ യാചിച്ചാലും ഇതുപോലൊരു പരിപാടിക്ക് ഒരിക്കലും നീല് നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇതൊരു കെണിയാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം പോലും നീലിനില്ലാതെ പോയല്ലോ. വേദെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കുന്ന ഞാൻ വിചാരിച്ചത്. നന്നായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത്. അവള് താടിപ്പാടി നടക്കുമ്പോ ഒരുക്കുന്ന മനസ്സുമായിട്ടാ ഞാൻ ഓരോ നിമിഷവും തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. എന്റെ അവസ്ഥ ഓർത്തിരുന്നെങ്കിൽ നീൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അതെങ്ങനെയാ? നീലിന്റെ ഉള്ളിലിപ്പൊ ഞാനല്ലല്ലോ, അവളല്ലേ ആ തടിച്ച്. ഞാൻ എന്താ വേണ്ടത്? എനിക്ക് എന്നെ നല്ല വിശ്വാസമുണ്ട്. അവളല്ല, ആര് വന്ന് ശ്രമിച്ചാലും ഇടകാത്തൊരു മനസ്സെനിക്കുണ്ടെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അത് അവളടക്കം എല്ലാവരെയും ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇന്നത്തോടെ നിർത്തിയേക്കാം. ഓ, എന്തൊരു മാന്യൻ! നീല് കള്ളത്തരം കാണിക്കുന്നതും പറയുന്നതും അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ തീരുമാനിക്കുന്നതിന് മുൻപ് എന്നോട് വന്നൊന്ന് പറഞ്ഞേനെ. എല്ലാം തുടങ്ങി വെച്ചിട്ട് ഇടയ്ക്ക് എന്നെ ബോധ്യപ്പെടുത്താൻ മറ്റൊരു നാടകം. എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷേ ഇനി എന്നെ അന്വേഷിച്ച് വന്നേക്കരുത്. നീലായി, നീലിന്റെ പാടായി. വേദ, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. എന്നെ വെറുതെ വിട്ടാ മതി. ആദ്യം കുറെ വിഷമമൊക്കെ ഉണ്ടാവും, പിന്നെ ആരുമില്ലെന്നുള്ള സത്യവുമായി ഞാൻ പൊരുത്തപ്പെടും. ഇനി എന്നെ കാണാൻ വരരുത്. നീലിന്റെ ആ ഒരു നാടകം കാണാനുള്ള ശക്തി എനിക്കില്ല. എവിടെ പോയതാ? പൂരം കാണാൻ. എന്നിട്ടെന്താ എന്നെ കൊണ്ടുപോകാതിരുന്നേ? കൊണ്ടുപോകായിരുന്നു, അവിടെ ഒരു ആനയുടെ കുറവുണ്ടായിരുന്നു. ആണോ? പാപ്പാനോട് പറയായിരുന്നില്ലേ ഇവിടെ ഒരെണ്ണം ഉണ്ടെന്ന്? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിച്ചോണ്ടല്ലോ. അത് ശരി, എന്നെ കളിയാക്കിയിട്ട് ഇപ്പൊ കുറ്റം എന്റേതായോ? ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ പോവാ. നമുക്ക് ഈ നാടകം ഇവിടെ അവസാനിപ്പിക്കാം. എനിക്ക് വയ്യ ഇങ്ങനെ ഭർത്താവിന്റെ വേഷം അഭിനയിക്കാൻ. എന്തിനാ അഭിനയിക്കുന്നേ? ഭർത്താവായിട്ട് ജീവിച്ചൂടെ? അപ്പൊ ഈ ബോറടിയൊക്കെ മാറിക്കിട്ടും. അത് പറ്റില്ല എന്നാ പറയുന്നത്. അങ്ങനെ പറയല്ലേ എന്റെ നടനെ. ഒരു കൊല്ലം അഭിനയിക്കാന്നാ നമ്മൾ തമ്മിലുള്ള കരാറ്. എന്റെ ശവം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോ 2 തുള്ളി കണ്ണീര് കൂടി ഒഴിക്കാലേ അത് പൂർത്തിയാവൂ. അതൊന്നും നടക്കില്ല, എന്നെ വിട്ടേക്ക്. വേദയെ കണ്ടിരുന്നു അല്ലേ? വേദയോ? ഇല്ല. നുണ പറയണ്ട. ഞാനെന്തിനാ നുണ പറയുന്നത്? ഇനി അഥവാ കണ്ടാൽ തന്നെ എന്താ? ഞാൻ പലരെയും കാണും, അത് ചോദിക്കാൻ നീ ആരാ? പോയിട്ട് വരാമേ. അച്ഛാ, ഇറങ്ങുന്നു. ശരി മോളെ.
പിന്നെ മുറിയൊക്കെ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. മോനെ നിന്റെ കയ്യിൽ കാശൊക്കെ ഉണ്ടോ? അത്യാവശ്യത്തിനുണ്ട്. മോളെ നിന്റെ കയ്യിലോ? അത് ദാ ഇത് വെച്ചോ. എന്തിനാ ഇത്രയും? ആ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. നീലേ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഭർത്താവായാൽ ഇങ്ങനെ വേണം. കുറച്ചും കൂടി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ വിദേശത്ത് പോയിരുന്നല്ലോ. നീ കളിയാക്കൊന്നും വേണ്ട. വേണ്ടി വന്നാലേ അവരങ്ങോട്ടും പോവും. ഫ്ലൈറ്റ് പൊങ്ങുവോ? ഓവർ വെയിറ്റേ. പൊങ്ങും. സംശയം ഉണ്ടെങ്കിൽ ഞാൻ മാറ്റിത്തരാം. അയ്യോ വേണ്ട, മാറ്റി നിർത്തി ഉപദ്രവിക്കാനല്ലേ. എടി, ഈ ടൂർ എന്നൊക്കെ പറയുന്നത് രണ്ട് ശരീരങ്ങൾ തമ്മിൽ നടത്തുന്ന യാത്രയല്ല, രണ്ട് മനസ്സുകൾ തമ്മിൽ നടത്തുന്ന യാത്രയാ. പരസ്പരം ചേരാത്ത നിങ്ങൾ എവിടെ പോയിട്ട് എന്ത് കാര്യം? നീ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നേ? ഇത് ഇവരുടെ ജീവിതമല്ലേ, അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ. ചെയ്യട്ടെ, പക്ഷെ പറയാനുള്ളത് എനിക്ക് പറയാമല്ലോ. അങ്ങനെ ഇപ്പൊ പറയണ്ട. ചാച്ചി, ഇത് കൊതിക്കറുവാ കേട്ടാ. ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചിന്തിക്കുമായിരുന്നു ഞാൻ. ശരിയാ, കൊതിക്കരുവാ. അങ്ങനെ കൊതികൊള്ളാൻ പാകത്തിനുള്ള രണ്ടുപേരാണല്ലോ പോകുന്നത്. ഓ, ഈ പോക്ക് എന്റെ ഫ്രണ്ട്സ് ഒന്ന് കാണാതിരുന്നാ മതിയായിരുന്നു. ഗൗരി, ഒന്ന് വരൂ. എന്തിന്? വരൂ. മാറ്റി നിർത്തി ഉപദ്രവിക്കാനായിരിക്കും. അല്ല, ഒരു സ്വകാര്യം പറയാനാ. വാ. എന്താടി? ഡി, നിനക്ക് എന്തിന്റെ കേടാടി? വെറുതെ ചൊറിയാൻ വരല്ലേ. നല്ലൊരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ നിക്ക, അല്ലെങ്കിൽ നിന്നെ പൊക്കിയെടുത്ത് ഞാൻ അപ്പുറത്ത് എറിഞ്ഞാല്. ഇനി ശബ്ദിച്ച ആ നാവ് ഞാൻ പിഴുതെടുക്കും. മനസ്സിലായോടി? ഒട്ടിത്തേവാങ്കെ. ഇനി നീ എന്തെങ്കിലും പറയും, അപ്പൊ കാണാൻ ബാക്കി. എന്തായിരുന്നു ഗൗരിയോട് ഒരു സംസാരം? അവിടെ ചെന്നാ കാണേണ്ട സ്ഥലങ്ങളെ കുറിച്ച് ചോദിക്കായിരുന്നു. എന്നിട്ട് അവള് പറഞ്ഞു തന്നോ? ആ, പറഞ്ഞു തന്നു. അവളോ? അത് കൊള്ളാലോ. അതേന്നെ. എന്നാ ശരി, ഹാപ്പി ജേണി. പോയിട്ട് വാ. പോയിട്ട് വരാമേ. ശരി മോളെ. പോയിട്ട് വരും, പോയിട്ട് ഈ യാത്ര കൊണ്ട് എല്ലാം നേരെയാവുന്ന എന്റെ മനസ്സ് പറയുന്നു. ആ അങ്ങനെ ആവട്ടെ. ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് നീൽ. പ്ലീസ് വെയിറ്റ് മാഡം. അഡ്രസ് എഴുതിക്കോളൂ. എഴുതിക്കൂ. വലിയ സ്റ്റൈലിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന്. ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല, ഒന്ന് സഹായിക്ക്. അങ്ങനെ വഴിക്ക് വാ. കീ 113. ശരി, താങ്ക് യു. വെൽക്കം സർ. താങ്ക് യു. വരൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. താങ്ക് യു സാർ. ഇനി നമ്മുടെ ലോകം. എനിക്കറിയാം ഇപ്പൊ ഏട്ടന്റെ ഉള്ളിൽ തോന്നുന്ന എന്താന്ന്. സഹതാപമല്ലേ? ഞാൻ എന്തൊരു മണ്ടിയാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊന്നും അഭിനയം അല്ലായിരുന്നെങ്കിലെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഏട്ടാ,
ആഹാ, പർച്ചേസിംഗ് ഒക്കെ ഇപ്പൊ നീയാണോ? ആ പർച്ചേസിംഗ് ഒക്കെ ഇപ്പൊ ഞാനാണ്. ഓ, എന്താ നടന്നു കളഞ്ഞത്? വണ്ടിയൊന്നും കിട്ടിയില്ലേ? നടക്കാൻ ആരോഗ്യമില്ലാത്തവർക്കാ വണ്ടി, അല്ലാത്തവർക്ക് അതിന്റെ ആവശ്യമില്ല. ആ, നീ ഇപ്പൊ അങ്ങ് സ്മാർട്ട് ആയല്ലോ. എല്ലാത്തിനും തറുതല പറയുന്നു. മോളെ ദേവപ്രിയെ, എന്നെ കണ്ടിട്ട് നീ വണ്ടി നിർത്തിയെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാതായിരിക്കില്ലെന്ന് ഊഹിക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. പറ, എന്താണ് കോള്? കളിയാക്കരുത്. ഒരിക്കലുമില്ല. എനിക്കേ ഒരാഗ്രഹം. എന്നെ പോലെ തടിക്കണോന്നാ? ചച്ച, അതൊന്നും അല്ല. പിന്നെ ഗിരിയില്ലേ, ഗിരിശങ്കർ, അയാളെ എനിക്ക് കല്യാണം കഴിക്കണം. ഹ, അതൊരു ദുരാഗ്രഹം അല്ലേ മോളെ? ആ പാവം സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്നത് നിനക്ക് സഹിക്കുന്നില്ല അല്ലേ? എന്നായാലും കെട്ടണം. ഏതെങ്കിലും ഒരു കോന്തനെ കെട്ടുന്നതിലും ഭേദം ഗിരിയെ കെട്ടുന്നതാ. പിന്നെ അവിടെ ആവുമ്പോ നീയും ഉണ്ട്. നല്ല രസമായിരിക്കും നമ്മള് രണ്ടുപേരും ഒരു വീട്ടിൽ. നീ ആള് കൊള്ളാലോ. ഇത്രയും കാലം എന്നെ ദ്രോഹിച്ചത് മതിയായില്ലേ നിനക്ക്? അയ്യോ, ഇത് നിന്നെ ദ്രോഹിക്കാനൊന്നും അല്ല. ഗിരി എനിക്കിഷ്ടാ. ഞങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ? പണ്ട് നിനക്ക് നീലിനായിരുന്നല്ലോ ഇഷ്ടം. അത് നടന്നില്ലല്ലോ. ചേട്ടനെ മോഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അനിയനെ തന്നെ കെട്ടണം. നിന്റെ ആഗ്രഹം കൊള്ളാം. അതിന് നീ എന്നെ ഒന്ന് സഹായിക്ക സ്വാതി. സഹായിക്കല് ഞാൻ നിർത്തി, പ്രത്യേകിച്ച് നിന്നെ. ആരെങ്കിലും കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ളൊരു കാട്ടിൽ പോയി നല്ല വിഷമുള്ളൊരു പാമ്പിനെ എടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കോ? ഓ, ഞാൻ അത്തരക്കാരിയാണെന്നാണ് നീ പറഞ്ഞു വരുന്നത്? എന്താ സംശയം? പടും മുളയാ നീ, കൂടും വിഷം. നിന്നെ 7 അയലത്ത് അടുപ്പിക്കാൻ പാടില്ല. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ മതി. വെറുതെ എന്നെ കുറ്റം പറയണ്ട. എനിക്കിഷ്ടമല്ല. ഏതായാലും ഇങ്ങനൊരാഗ്രഹം എന്നോട് തുറന്നു പറഞ്ഞാൽ നന്നായി. ഒരു കാരണവശാലും ഇത് നടക്കാതിരിക്കാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. നിനക്കെന്നെ ഒട്ടും ഇഷ്ടമല്ലേ? അയ്യോ, ഭയങ്കര ഇഷ്ടാ. കാണുമ്പോഴൊക്കെ കെട്ടിപ്പിടിച്ചു ഉമ്മ വയ്ക്കാൻ തോന്നും. നീ ചെയ്തു തന്ന സഹായങ്ങള് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പാടില്ലല്ലോ. മേലാൽ ഇത്തരം തോന്നിയാസങ്ങളും പറഞ്ഞ് എന്റെ മുമ്പിൽ എങ്ങാനും വന്നാ അരിഞ്ഞ് ഞാൻ സലാഡാക്കും. എന്നിട്ട് വല്ല പട്ടിക്കൂട്ടിലും കൊണ്ടുപോയി വയ്ക്കും. നീ അത്ര വലിയ കൊച്ചമ്മയൊന്നും ചമയണ്ട. ഗിരി എനിക്ക് വിധിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഞാൻ കെട്ടിയിരിക്കും. ഞാനുള്ളപ്പോ അത് നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണടി? ഇതിന് വേണ്ടി വരും. കാരണം ഗിരിയുടെ ഏട്ടത്തിയമ്മയെ ഞാൻ. എന്റെ വാക്കിനും ഒരു വില ഉണ്ടാവും. സ്വാതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേറൊന്നുമില്ലല്ലോ, ഇത്തിരി തിരക്കുണ്ട്. കാണാം. ഇതിങ്ങനെ ഒട്ട ശരിയാവില്ല. എങ്ങനെയെങ്കിലും ഈ നാടകം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അപകടം. നീല് പറയുന്നത് ഇങ്ങനെയല്ലല്ലോ. നീല് പറയുന്നതൊന്നും നമ്മൾ കേൾക്കണ്ട. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. ഗൗരി എന്താ ഉദ്ദേശിക്കുന്നത്? ആ ആന ചാടിത്തുള്ളിയ നടക്കുന്നത്. അവളുടെ മുമ്പിൽ എങ്ങാനും ചെന്ന് പെട്ടാ പിന്നെ തീർന്നു. കൈ പിടിച്ചു വളയ്ക്ക, ചെവി പിടിച്ച് തിരുമ, ഒടുക്കലത്തെ ശക്തിയാണല്ലോ. തിരിച്ചൊന്നും നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. വേണമെങ്കിൽ ആളെ വിട്ട് അടുപ്പിക്കാം. അതേതായാലും വേണ്ടി വരും. പക്ഷേ ഇപ്പോഴല്ല അതിന്റെ സമയം. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം. എന്ത് ചെയ്യണമെന്ന് പറ, ഞാൻ ചെയ്തോളാം. ഹേയ്, വേദയല്ല, അതിനു പറ്റിയ ആള് ഞാൻ തന്നെ. സ്വാതിയുടെ നീലിന്റെ കറക്കൊന്ന് അവസാനിപ്പിക്കണം. അതിന് വെട്ടിയിട്ടതുപോലെ അവള് വീഴണം. വീഴുകേ? അതെ, അടിതെറ്റിയ ആനയെ വീഴുന്നു കേട്ടിട്ടില്ലേ? അതുപോലെ എന്തെങ്കിലും ചെയ്ത് ആ ആനയെ വീഴ്ത്തണം. വീഴ്ത്തുക എന്ന് പറയുമ്പോ അതത്ര എളുപ്പമാണോ? ഒരിക്കലുമല്ല, പക്ഷെ ചെയ്യണം. അല്ലെങ്കിൽ അവള് നീലിനെ കൊത്തിക്കൊണ്ട് പറക്കും. വേദ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ഇപ്പൊ എന്തു പറയുന്നു?
വീഴ്ത്താൻ ശ്രമിച്ചതാരെ, വീണതാര്? ആ നേരത്ത് നീല് കയറി വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? സോറി വേദ, ഇതിന്റെ മുഴുവൻ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു. ഗൗരിയെ ഞാൻ കുറ്റമൊന്നും പറയില്ല. നല്ലൊരു കാര്യം തന്നെയാ ഗൗരി ചെയ്യാൻ പോയത്. നമ്മുടെ കഷ്ടകാലം അതാ ഇങ്ങനെയായി പോയത്. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതിന്റെ നേർ വിപരീത ഇനി നടക്കാൻ പോകുന്നത്. അതാ എനിക്ക് കൂടുതൽ സങ്കടം. നീലിന് കൈവയ്യല്ലോ. ഒരാളുടെ സഹായം ഇല്ലാതെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. ഈ അവസരം സ്വാതിക്ക് ഗുണം ചെയ്യും. ഇതവള് കൂടുതൽ മുതലെടുക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. ഗൗരിക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എനിക്ക് സാധിക്കാഞ്ഞിട്ടല്ല, ആ തടിച്ച് അതിന് സമ്മതിക്കുന്നു തോന്നുന്നില്ല. ഉടക്കം നിന്നാലേ അവൾ ഇടിച്ച് പപ്പടാക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം. അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു ആദ്യം നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് പ്ലാൻ ചെയ്യാം. എനിക്ക് പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി ഗൗരി. നീലിനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ നിരാശപ്പെട്ടാൽ എങ്ങനെയാ വേദ? ഞാൻ നിരാശപ്പെടുന്നതാണോ? ഓരോന്ന് സംഭവിക്കുന്നത് ഗൗരിയും കാണുന്നില്ലേ? ഇത്തവണ ഒരു പാളിച്ച പറ്റി. അടുത്ത തവണയും ഇങ്ങനെ പറ്റണമെന്നില്ലല്ലോ. അതിനെവിടെയാ അടുത്ത തവണ അവസരം കിട്ടാൻ പോന്നെ? ഈ ഒരു മാസം മുഴുവൻ നീൽ അതേ കിടപ്പ് കിടക്കും. ഭാര്യ എന്ന നിലയ്ക്ക് സ്വാതി നീലിനെ ശുശ്രൂഷിക്കുകയും ചെയ്യും. സ്വാതിയുടെ പരിചരണവും സ്നേഹവും നീലിന് ഇഷ്ടപ്പെട്ട അതോടെ തീരും എന്റെ കഥ. ആ പേടിയൊന്നും വേണ്ട. അങ്ങനെയൊന്നും നീൽ അവളെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. എനിക്ക് വിശ്വാസം ഇല്ല ഗൗരി. ഉണ്ടായിരുന്ന ആത്മവിശ്വാസമൊക്കെ പതുക്കെ പതുക്കെ പോയി തുടങ്ങി. ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്ക്. സ്വാതിക്ക് പകരം നീലിന്റെ ബൈസ്റ്റാൻഡർ ആയിട്ട് കയറിപ്പറ്റാൻ. അതല്ലാതെ ഈ സമയത്ത് വേറെ വഴിയില്ല. ഞാൻ ശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ്. നിരാശപ്പെടരുത്. ഏത് കഷ്ടകാലം പിടിച്ച നേരത്താണാവോ നീലിന് കയറി വരാൻ തോന്നിയത്. ഒരു ചുറ്റലൊക്കെ കഴിഞ്ഞോ? എന്നാ ഗൗരിയുമായിട്ടുള്ള കൂട്ട് അവസാനിപ്പിക്കുന്നോ അന്നേ നീ രക്ഷപ്പെടും. വെറുതെ അവളെ കുറ്റം പറയണ്ട. പറയും. അവൾ ഒറ്റ ഒരുത്തിയാ നിന്നെ ഇത്രയും വഷളാക്കിയത്. അവിടുത്തെ കഥകളൊന്നും ഇവിടെ അറിയുന്നില്ല എന്നൊന്നും നീ വിചാരിക്കണ്ട. നാണമില്ലല്ലോടി എണ്ണയിട്ട് ആളെ വീഴ്ത്താൻ. സ്വാതിക്ക് പകരം നീല് വീണപ്പോ നിനക്ക് സമാധാനമായല്ലോ. ദേ, വെറുതെ എന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ട. എണ്ണയിട്ടോ ബോംബിട്ടോ ഞങ്ങൾ ആരെ വേണമെങ്കിലും വീഴ്ത്തും. അതിന് അമ്മയ്ക്കെന്താ? പറച്ചില് കേട്ടാ തോന്നുമല്ലോ വീണത് അമ്മയ്ക്ക് വേണ്ടപ്പെട്ടവരാരോ ആണെന്ന്. നീ എന്താ വേദ ഇങ്ങനെ? നിനക്കെന്താ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്തേ? എടി, നീ എത്ര ശ്രമിച്ചാലും നിനക്കിനി നീലിനെ കിട്ടാൻ പോകുന്നില്ല. ഇത് നമ്മൾ പലതവണ സംസാരിച്ചിട്ടുള്ളതാ. അന്ന് എന്താണോ ഞാൻ മറുപടി പറഞ്ഞത് അത് തന്നെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. നീ എന്തിനാണ് ഇവളോട് ഗുസ്തി പിടിക്കാൻ പോകുന്നത്? പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അനുഭവം വരുമ്പോൾ പഠിച്ചോളും. എത്ര മിടുക്കന്മാരായ ചെക്കന്മാര ആലോചനകളാ ഓരോ ദിവസവും വരുന്നത്. ഒരു വാക്ക് മൂളിയാ മതി, അവനേക്കാളും യോഗ്യനായ ഒരുത്തിനെ കൊണ്ട് കല്യാണം ഞാൻ നടത്തും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് നീലിനെ മതി. നീലിന് എന്നെ വേണ്ടാതാവുന്ന കാലം വരെ ഞാൻ നീലിന് വേണ്ടി കാത്തിരിക്കും. അതിനുശേഷം അതപ്പോഴല്ലേ, അപ്പ തീരുമാനിക്കാം. അച്ഛാ, നമുക്ക് രഹസ്യം ഇവളോട് പറഞ്ഞാലോ? ഏത് രഹസ്യം? സ്വാതി മരിക്കാൻ പോകുന്നില്ലെന്ന രഹസ്യം. നമ്മളത് നാരായൺജിയെ കൊണ്ട് പറയിപ്പിച്ച നുണയാണെന്ന് അറിഞ്ഞാലേ ഇനി അവള് നേരെയാവും.
നീലിന്റെ കയ്യിൽ പരിക്കു പറ്റിയെന്ന് പറഞ്ഞ് എല്ലാവരും ഒരിക്കലെടുക്കണമെന്ന് പറയാതിരുന്നത് ഭാഗ്യം. പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയനെ. കിട്ടിയതൊന്നും പോരല്ലേ, നമുക്കൊന്ന് അപ്പുറത്തേക്ക് മാറിയാലോ? ഓടി ഗുണ്ടുമണി. എന്താ ഈ അപ്പുറത്തേക്ക് മാറലും കൊണ്ട് ഉദ്ദേശിക്കുന്നേ? അതൊരു കോഡാ. ഗൗരിക്കറിയാം അതിന്റെ അർത്ഥം. ചാച്ചി മാറ്റി നിർത്തി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണുണ്ടോ? ആണോ? ഓ എന്നിട്ട് അവള് നന്നാവുന്നില്ലല്ലോ ഈശ്വര. അവരവര് നന്നായ അവരവർക്ക് കൊള്ളാം, നമുക്കെന്തറി. എന്റെ ആറ്റേലമ്മച്ചി എന്നെ മാത്രം രക്ഷിക്കണേ. ഏട്ടൻ എന്തിനാ വയ്യാതിരിക്കുമ്പോ പടി കയറി ഇവിടെ വന്നിരിക്കുന്നെ? എനിക്ക് വേണ്ടി എന്തിനാ നീ ഉപവാസം എടുക്കുന്നത്? ഞാൻ നിന്റെ ശത്രുവല്ലേ? സത്യത്തിൽ എനിക്കിങ്ങനെ സംഭവിച്ചാൽ സന്തോഷിക്കല്ലേ വേണ്ടത്? ഏട്ടൻ എന്നെ ഇനിയും മനസ്സിലായിട്ടില്ല, അതാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ ഇല്ലാതാവുന്നൊരു സമയം വരുമല്ലോ, അന്ന് എന്റെ വില മനസ്സിലാവും. സത്യം പറഞ്ഞ നിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ശരിക്കും എനിക്കിപ്പോൾ വിഷമമുണ്ട്. പക്ഷേ അറിയാലോ, ഞാനും വേദനയും തമ്മിലുള്ള ബന്ധം. എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അല്ലാതെ നീ കരുതുന്ന പോലെ ഞാൻ മനുഷ്യപ്പറ്റില്ലാത്തവനൊന്നുമല്ല. ഏട്ടൻ അങ്ങനെയാണെന്ന് ഞാൻ അതിന് പറഞ്ഞില്ലല്ലോ. ഒരു തരത്തിൽ ചിന്തിച്ച ഇപ്പോഴാ എന്റെ ഈ ജന്മം കൊണ്ടൊരർത്ഥം ഉണ്ടായത്. അല്ലെങ്കിൽ എന്താണ് സ്വാതി? വെറും ഒരു ജോലിക്കാരി, ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്തവള്. ഇപ്പൊ ഞാൻ കാരണം ഒരാൾക്കെങ്കിലും ഈ ലോകത്തൊരു നന്മ ഉണ്ടായല്ലോ, അത് മതി. എനിക്കത് മാത്രം മതി. ചിലപ്പോഴൊക്കെ തോന്നും ഞാൻ നിന്നോട് കാണിക്കുന്നത് തെറ്റാണെന്ന്. എന്നെപ്പോലെ ഒരു ക്രൂരൻ ഈ ലോകത്ത് വേറെ ആരുമില്ലെന്ന്. പക്ഷേ എൻ്റെ അവസ്ഥ ഒന്നും ഞാനായിട്ട് തിരഞ്ഞെടുത്തതല്ല, എന്നെക്കൊണ്ട് ചെയ്യിച്ചതാ. നാരായൺജിയെ ഞാൻ കുറ്റം പറയില്ല. എൻ്റെ യോഗ അതായിരുന്നു. അതിലേക്ക് ഉരുകിത്തീരാൻ വന്നു വീണ ഒരു ശലഭമായി മാറിയതാ നീ. ശലഭം ശരിയാ, ഭൂമിയിലെ ഏറ്റവും ആയുസ് കുറഞ്ഞ ജീവി. എന്നാലോ എന്തൊരു ഭംഗിയാ. എനിക്കൊരു വിഷമവും ഇല്ല ഏട്ടാ. കുറച്ചു കാലമെങ്കിൽ കുറച്ചു കാലം ഏട്ടനൊപ്പം കഴിയാൻ പറ്റിയല്ലോ, അതോർത്ത് ഞാൻ ആശ്വസിച്ചോളാം. നമ്മൾ പിരിഞ്ഞാലും എന്നും ഞാൻ നിന്നെ ഓർക്കും. ഓർക്കരുത്. ഓർത്താ വേദയോട് നീതി പുലർത്താൻ ഏട്ടന് പറ്റില്ല. മറക്കേണ്ട പലതുമില്ലേ ജീവിതത്തിൽ, ആ കൂട്ടത്തിൽ പെടുത്തിയ മതി എന്നെയും. നാളെയും കൂടി മരുന്ന് പുരട്ടുമ്പോ വേദനയ്ക്ക് കുറവുണ്ടാവും.
ഏതായാലും നാരായൺജിയുടെ ഒരു പ്രവചനമുണ്ട് നമ്മുടെ മുമ്പിൽ. അത് കുറച്ച് നേരത്തെ നടന്നു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഗൗരി പറഞ്ഞത് തന്നെയാ ഞാനും ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവചനം ഉടനെ സംഭവിക്കണം. അതെ, സംഭവിച്ചില്ലെങ്കിൽ നമ്മളായിട്ട് സംഭവിപ്പിക്കണം. ഗൗരി എന്റെ കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാ. ഞാൻ നിൽക്കാം. എന്നെ തല്ലിയവളാ അവള്. അവള് മരിച്ച ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. എങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. അവളെ മറ്റാരും അറിയാതെ ഞാൻ പറയുന്ന സ്ഥലത്ത് എത്തിക്കണം. അവള് വരുമോ? അവിടെയാണ് ഗൗരി മിടുക്ക് കാണിക്കേണ്ടത്. ഞാൻ പറയുന്നിടത്ത് എത്തിച്ചാ പിന്നെ അവള് തിരിച്ചു പോവില്ല. അത് റിസ്ക് അല്ലേ വേദേ? അതൊക്കെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്നല്ലേ നല്ലത്. കാശ് കൊടുത്താ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഉണ്ടാവട്ടെ. പക്ഷേ അവളെ എനിക്ക് എന്റെ കൈ കൊണ്ട് തീർക്കണം. അവളുടെ തടി എന്താലോചിക്കുമ്പോഴും അതും കൂടെ ഓർക്കണം. എനിക്ക് പേടിയില്ല ഗൗരി. തീരുമാനിച്ചത് ചെയ്യാൻ പറ്റുമെന്നുള്ള ധൈര്യവും ഉണ്ട്. ഗൗരി എന്നെ സഹായിച്ചാൽ മാത്രം മതി. ഒരു മനുഷ്യനറിയില്ല. അതിനുള്ള വഴിയാ ഞാൻ ആലോചിക്കുന്നത്. ശരി, ഞാൻ അവളെ എത്തിക്കാം. ഇതെപ്പോഴാ ചെയ്യേണ്ടത്? ഇന്ന് തന്നെ. ഇത്തരം കാര്യങ്ങളൊന്നും വൈകിക്കാൻ പാടില്ല. ശരി. ആർക്കും ഒരു സംശയവും തോന്നരുത്. നീ സ്വാതിയെ കൂട്ടിക്കൊണ്ടുവരുന്നത് ആരും കാണുകയും ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതിന്റെ ഗൗരവം? ഉവ്വ്, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. എന്തിനാ വാതില് പൂട്ടിയത്? സ്വാതി, നീ എന്നോട് ക്ഷമിക്കണം. ഇത്രയും കാലം ഞാൻ നിന്നെ വല്ലാതെ ഉപദ്രവിക്കായിരുന്നു. ഇനി എന്താ ഉപദ്രവിക്കുന്നില്ലേ? ഇല്ല, ഇല്ലാന്ന് മാത്രമല്ല, ഇനി ഞാൻ അങ്ങോട്ട് നിന്നെ സ്നേഹിക്കാൻ പോവാ. അത്രയ്ക്കൊക്കെ വേണോ? വിശ്വസിച്ചില്ല അല്ലേ? എന്നാ അതാണ് സത്യം. ഇന്നലെ രാത്രി കിടന്നപ്പോ ഞാനൊരു ഭയങ്കര സ്വപ്നം കണ്ടു. ഒരു വലിയ പാമ്പ് അതിങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് വന്ന് എന്റെ തലക്കിട്ടൊരു കൊത്ത്. തലയ്ക്കോ? അതെ, തലയ്ക്ക്. അത്രയും വലിയ പാമ്പാണോ? രാജവെമ്പാലയായിരുന്നു. ആഹാ, എന്നിട്ടാ പാമ്പിന് എന്ത് പറ്റി? പാമ്പിനല്ല പറ്റിയത്, എനിക്കാ. ആ നിമിഷം തന്നെ ഞാൻ മരിച്ചുപോയി. സ്വപ്നമാണെങ്കിലും ആ മരണം എന്നെ വല്ലാതെ ഞെട്ടിച്ചുളഞ്ഞു സ്വാതി. പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങൾ ബലിക്കുന്നാണല്ലോ. ഞാൻ ഒരുപാട് ചിന്തിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വപ്നം കണ്ടേന്ന്. ആലോചിച്ചപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കാരണം നീയാ. നിന്നോട് ഞാൻ ചെയ്ത അനീതി, അതിനെനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ചെയ്തോ? ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് കുറച്ച് അപ്പുറത്തോട്ട് മാറി ഒരു ഒറ്റപ്പെട്ട അമ്പലമുണ്ട്, ഒരു ദേവീക്ഷേത്രം. അതിന്റെ നടയിൽ വെച്ച് എനിക്ക് നിന്നോട് മാപ്പ് പറയണം. നീ ക്ഷമിച്ചു പുറത്തുനിന്ന് പറഞ്ഞ എനിക്ക് ആശ്വാസമായി. പിന്നെ എന്റെ പാപങ്ങൾ മുഴുവൻ മാറിയെന്നർത്ഥം. അങ്ങനെ ഒരു ക്ഷേത്രമുണ്ടോ? എന്നിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ കേൾക്കാത്ത എത്രയോ കാര്യങ്ങളുണ്ട് സ്വാതി. എല്ലാം കേൾക്കണമെന്ന് വാശി പിടിക്കരുത്. നിനക്കിപ്പോ എന്താ വേണ്ടത്? നീ എന്റെ കൂടെ ആ ക്ഷേത്രം വരെ ഒന്ന് വരണം.